ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വന്നത് ലവേഴ്സ് കാർഡാണ്. Nine of Wands, Seven of Cups, Ten of Wands, കാർഡ് വന്നിട്ടുണ്ട്. Ace of Pentacles, Three of Cups. ബോട്ടം വന്നിട്ടുള്ളത് 8 of Wands എനർജിയാണ്. Relaxation, going forward, wonders ആണ്, pleasure. നിങ്ങളിന്ന് ചിലപ്പോൾ യാത്ര പോകുന്നുണ്ടായിരിക്കും കേട്ടോ. യാത്ര പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഒരു പ്ലഷർ ട്രിപ്പ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വീഗാലാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു യാത്രയിൽ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കും എന്നും പറയാം. നിങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ഒരു ട്രാവൽ പോകാമോ എന്ന് ചോദിച്ചിട്ട്. ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിയനാണ്, ഒരു ഹാർമണിയാണ്. ചിലപ്പോൾ നിങ്ങളിലേക്കൊരു പ്രണയം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നുവെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി, നിങ്ങൾക്ക് ഭയമായിരുന്നു എന്നാണ് കാണുന്നത്. പല കാര്യത്തിലും നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇത്രയും കാലം നിങ്ങൾ ചെയ്യാതിരുന്നു എന്നാണ് കാണുന്നത്. കുറേ ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി, ചിലപ്പോൾ കുറച്ച് നിങ്ങളുടെ കൂടെയുള്ളവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിലും ഈ ചോയ്സ് എല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിലുള്ള കാര്യമാണ്, നിങ്ങൾ ഇതുവരെയും കാണാതിരുന്ന കാര്യമാണ്. ആൾറെഡി നിങ്ങൾക്ക് ഇതെല്ലാം അറിയായിരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു കാര്യം തുടങ്ങുന്നതാണെങ്കിലും നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എന്തോ ഒരു കാര്യം വെച്ചിട്ട് ഓൺലൈനിൽ എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു ഭയമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം
കുറേ ബിസി ആയിരിക്കും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതാണ്. ടെൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്, ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളെ സ്ട്രഗിളിന് ഇത് എൻഡ് ആകുന്നു എന്നും കാണുന്നുണ്ട്. ചിലപ്പം ജോലിയില്ല, വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വീട്ടുകാർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും വീട്ടിൽ ജോലിയില്ലാതിരിക്കുമ്പോൾ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെ ശരിക്കും നിങ്ങളെ ചെറുതായിട്ട് കാണുകയും നിങ്ങളെ ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നെനിക്കൊരു ഒരു ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അഥവാ നിങ്ങൾ പ്ലാനിങ് മാത്രമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക, അത് സക്സസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. ഹാർമണിയിലേക്ക് എത്തും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രഗിൾ എൻഡ് ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് എൻഡ് ആകുന്ന ഒരു സമയമാണ്, അത് മനസ്സിലാക്കുക. പിന്നെ വേൾഡ് കാർഡാണ്. ചില ആൾക്കാർ ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ പറഞ്ഞല്ലോ ഓരോ പ്ലഷർ ട്രിപ്പായിരിക്കും, ചില ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരികെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ചില ആൾക്കാർ ഈ കലാപരമായ എന്തെങ്കിലും കഴിവുകളുള്ള ആൾക്കാർക്ക് ഇന്നേ ദിവസം കുറേ അവസരങ്ങൾ അവർക്കുണ്ടാകും. അവർ ചിലപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവായ ഐഡിയാസ് കൊണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വീട്ടിൽ ഇരുന്ന് ജോലിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പം നിങ്ങൾക്ക് എന്താണ് കഴിവെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതായിരിക്കാം, ചിത്രം വര ആയിരിക്കാം, സ്റ്റിച്ചിങ് ആയിരിക്കാം, അതുപോലെ എന്ത് കാര്യം ഇപ്പോൾ ശരിക്കും ട്യൂഷൻ എടുക്കുന്നത് പോലും വളരെ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബിലൂടെ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രം മതി, ആളുകളത് പതിയെ പതിയെ കണ്ടോളും. അപ്പോൾ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിൽ ഒന്നും നിങ്ങൾ ടെൻസ്ഡ് ആകണ്ട. കാരണം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പം കുറേ ആൾക്കാർക്ക് അതൊരു വരുമാനം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കാരണം ഇതിൽ ഇമോഷണൽ വിഡ്രാവലും ഡിസ്കണ്ടന്റും ബോർഡവും വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടായിരിക്കാം, ഒന്നും ചെയ്യാനില്ലാതെ മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തി. അപ്പോൾ നിങ്ങളുടെ കഴിവുകളൊന്നും മറ്റുള്ളവരെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ചിന്തിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് നിങ്ങളിലേക്ക് വരണം. പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു, അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് കാണുന്നത്. അപ്പം അതിലൂടെ നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഒരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമായി. ഇപ്പോൾ ചില ആൾക്കാർ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് കാണുന്നു എന്നുള്ളതല്ലാതെ അതിലെങ്ങനെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ ചിന്തകളിൽ അങ്ങനെ ഞാൻ ചെയ്ത സക്സസ് ആവുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക. സക്സസ് ആവുമോ എന്നുള്ള കാര്യം ഉറപ്പാണ്. എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. സിൻസിയർ ആയിരിക്കണം, അതും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പറ്റിക്കാതിരുന്നാൽ നമുക്കത് വരുമാനം അതിന്ന് വേണം എന്നും കൂടെ ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്ന് നിങ്ങൾക്ക് ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം. ചിലപ്പോൾ അത് ട്രാവൽ ആയിരിക്കാം. കുറച്ച് ഇതിൽ ഒരു 3 of Cups വന്നിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊരു 8 of Wands വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളൊരു അറിയിപ്പ് വരുന്നതായിരിക്കും, ഒരു മെയിൽ വരുന്നതായിരിക്കാം. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലവറുമായിട്ട് അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിയുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യം അവർക്ക് ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ടെലിപ്പതി വഴി നിങ്ങൾക്ക് ആ മെസ്സേജസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലവർക്ക് കൊടുക്കാനുണ്ട് എങ്കിൽ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്താവും എന്നൊക്കെ ഒരു പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആ ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യുക. ടെലിപ്പതി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിൽ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ മെസ്സേജസ് ആ വ്യക്തിക്ക് പോകുന്നു എന്ന് ചിന്തിച്ചാൽ മതി തൽക്കാലത്തേക്ക് നിങ്ങൾ. കാരണം അത് റേക്കിയൊക്കെ പഠിച്ച് ടെലിപ്പതി ഒരു വലിയ ഒരു പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ ഈ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ തോട്ട്സ് പ്യുവർ ആയിരിക്കണം, അതിൽ പിന്നെ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ റിലാക്സേഷനാണ്. ഇപ്പം ചില ആൾക്കാർ ഏതെങ്കിലും സ്ഥലത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുന്നുണ്ടായിരിക്കാം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു ട്രാവൽ, വളരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഗോയിങ് ഫോർവേഡാണ്, മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ആ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പോകുന്നു എന്ന് കാണുന്നുണ്ട്. വണ്ടേഴ്സാണ്. അപ്പം ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾ ഇതുവരെയും കാണാത്ത കാഴ്ചകൾ കാണുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിലൂടെ കുറച്ച് മെസ്സേജസ് എടുക്കാം. പെയിലാണ് ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ട്രാപ്ഡ് ആണെങ്കിൽ അതിന്ന് പുറത്തേക്ക് വരാനുള്ള സമയമായി എന്നുള്ളതാണ്. ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ ഭയങ്കര ബ്രേക്കപ്പ് ആയതിൻ്റെ വിഷമത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന്ന് പുറത്ത് വരേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ മാത്രം റിസ്കിൽ നിങ്ങൾ പുറത്ത് വരിക. അപ്പം മറ്റൊരാൾ വന്ന് കൈപിടിച്ച് നിങ്ങൾ അതിന്ന് പുറത്തിറക്കുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ചിലപ്പോൾ നല്ല ജോലിയുള്ളവരായിരിക്കാം, വേറെ എല്ലാം ഉണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കുക. കാരണം ലൈഫ് നിങ്ങളുടേതാണ്. അപ്പം നിങ്ങളുടെ റിസ്കിൽ അതിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ പലരും അതിൽ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തി അല്ലാതെ വേറെ ആരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ്. പക്ഷേ നിങ്ങളുടെ തോന്നലാണത്. അത് മറ്റാർക്കും അങ്ങനെ പറ്റൂല എന്നുള്ളൊരു തോന്നലാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് അത് അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ സോൾ കണക്ഷനുള്ള ആൾക്കാർക്ക് ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ സോൾമേറ്റോ ഒക്കെ ആയിരുന്നു പാസ്റ്റ് ലൈഫിൽ കുറേ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ആ ഒരാളിന് പകരം വേറൊരാളിനെ പകരം വയ്ക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിൽ മാത്രം നിങ്ങൾ സന്തോഷം കണ്ടെത്തരുത് എന്നുള്ളത്. നിങ്ങളുടെ സന്തോഷം മുഴുവൻ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഈ സമയം നിങ്ങളതൊന്ന് പുറത്തിറങ്ങണം എന്നാണ്. ഹാപ്പിനെസ് ആണ്. അപ്പം ഇന്നേ ദിവസം പൊതുവെ നിങ്ങൾക്ക് റിലാക്സേഷനും ഹാപ്പിനെസ്സും ആണ്. അപ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഇന്നേ ദിവസം വരും. ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ജേണി ഉണ്ടാകാം, അതിലൊരു സന്തോഷം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ഒരു സുഹൃത്തിനെയോ നിങ്ങളുടെ ലവറെയൊക്കെ പെട്ടെന്ന് കണ്ട് അതിലും ഒരു സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇതിൽ വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ സന്തോഷം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ബൂട്ടാണ്. ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് നിങ്ങൾ കുറച്ച് കൂട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ എഫേർട്ട് എടുത്താൽ നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും, പിന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും സ്റ്റോപ്പ് ചെയ്യും. അപ്പം അങ്ങനെ പോകരുത്. നമ്മൾ ശരിക്കും ആ ഒരു കാര്യം ഞാൻ ഈ ഒരു ഗോള് ഞാൻ നേടും. അപ്പം നിങ്ങളിപ്പോൾ PSCക്കോ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ എക്സാം ഞാൻ പാസ്സായിരിക്കും. പല ആൾക്കാരും യൂറോപ്പിലേക്ക് പോകാനോ CA പോലുള്ള എക്സാമോ ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എഫേർട്ടിന് ദൈവം ഫലം തരും എന്നാണ് കാണുന്നത്. വിൻജിംസ് ആണ്. പീസ് ആൻഡ് ഹാർമണിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് ഒരു ശാന്തത കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. കുറേ കാലം കൊണ്ടുള്ള സ്ട്രഗിളൊക്കെ ഒന്നുകിൽ നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ട്രഗിൾ അവിടെ ഇരുന്നോട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ച് അതൊരു വലിയ കാര്യമാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പം ഇന്നേ ദിവസം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഉള്ളവർക്ക് കേട്ടോ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം കേട്ടോ, എന്നെ വിളിക്കാതെ. കാരണം കുറേ അധികം കോൾ വരുന്നതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം കോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വേറെ നമ്മൾ റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കോൾ അങ്ങനെ എനിക്ക് ഞാൻ തിരിച്ച് വിളിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.